സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിന് സ്വന്തം നിലയ്ക്ക് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ ഒരുങ്ങി സർക്കാർ. സർവകലാശാലകളിൽ വിസിമാരെ നിയമിക്കാൻ ഗവർണറോട് നിർദ്ദേശിക്കണം എന്ന ഹർജി കോടതി നാളെ പരിഗണിക്കാനിരിക്കെയാണ് സർക്കാരിന്റെ നീക്കം. വി എ ഗിരീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഗിരീഷ്, എന്തെല്ലാമാണ് വിവരങ്ങൾ? എന്താണ് ഇങ്ങനെ ഒരു നീക്കത്തിനു പിന്നിൽ? സ്മിത, സർക്കാർ ഇപ്പോൾ അപ്രതീക്ഷിതമായ ഒരു നീക്കത്തിലൂടെയാണ് KTU VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. തീരുമാനമെടുക്കുക മാത്രമല്ല, ഈ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് സർക്കാർ ഇപ്പോൾ ഉത്തരവും പുറത്തിറക്കിയിരിക്കുന്നു. നേരത്തെ തന്നെ നിലവിലുള്ള സുപ്രീം കോടതി വിധി അനുസരിച്ച് ഗവർണർക്കാണ് ഇത്തരത്തിൽ VCമാരെ നിയമിക്കാനുള്ള അധികാരം എന്നും അതോടൊപ്പം തന്നെ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിനുള്ള അധികാരമെന്നും പല വിധികളിലും വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഡോക്ടർ രാജശ്രീ MS-നെ ഈ ചാൻസലർ സ്ഥാനത്ത് VC സ്ഥാനത്ത് നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള ഉത്തരവിലും ഇക്കാര്യം പരാമർശിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് സർക്കാർ സ്വന്തമായി ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള ആലോചന നടത്തിയതും രാജ്ഭവനോട് നോമിനിയെ നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ടതും. എന്നാൽ രാജ്ഭവൻ ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ കൂട്ടാക്കിയില്ല. ഇതേ തുടർന്നാണ് സർക്കാർ ഇപ്പോൾ സ്വന്തം നിലയിൽ ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് VCമാരെ നിയമിക്കാൻ ഗവർണർക്ക് നിർദ്ദേശം നൽകണമെന്ന ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് സർക്കാർ ഈ ഉത്തരവുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് സ്മിത. KTU സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിന് സ്വന്തം നിലയ്ക്ക് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. വി എ ഗിരീഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.